എപ്പോഴും ജീവിതത്തിൽ നല്ലതും പുതിയതുമായത് സംഭവിക്കണമെന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ നമുക്കതിനു വേണ്ടി കാത്തിരിക്കുവാനോ ക്ഷമയോടെ അതിൻ്റെ മുമ്പിൽ പ്രതീക്ഷയോടെ നിലനിൽക്കുവാനോ കഴിയാതെ പോകാറും ഉണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ സംഭവിക്കും, നിങ്ങൾ അറിയുന്നില്ലയോ? അതെ, ദൈവത്തിന് ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയും എന്ന് നാം മറന്നു പോകരുത്. എന്നാൽ നാം അതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവവചനം അതുകൊണ്ടാണ് പറയുന്നത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കുക. ഒരു ചിത്രശലഭത്തിൻ്റെ അവസ്ഥ നാം കാണുമ്പോൾ വളരെ സന്തോഷാവഹമാണ്. അതിങ്ങനെ പ്രകൃതിയിൽ പറന്ന് ആസ്വദിച്ച് നടക്കുന്നു. ചുറ്റുപാടുമുള്ള പൂക്കളിൽ നിന്ന് യഥേഷ്ടം തേൻ കുടിക്കുന്നു. വളരെ മനോഹരമാകുന്ന അവസ്ഥയിൽ നാം അതിനെ കാണുന്നുണ്ട്. എന്നാൽ പല ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോവുകയാണ്. അതിൻ്റെ ആരംഭം ഒരു ചെറിയ മൊട്ടയായി ഒരു ഇലയിൽ പറ്റിയിരിക്കുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് അത് രൂപമാറ്റം സംഭവിച്ച് ഒരു പുഴുവായി മാറുന്നു. അതിനുശേഷം പിന്നെയും പല രൂപാന്തരങ്ങളിലൂടെ പ്രോസസ്സുകളിലൂടെ കടന്ന് അതൊരു മനോഹര ചിത്രശലഭമായി മാറുന്നു. പിന്നത്തേതിൽ അത് ചുറ്റുപാടുകളിൽ പറന്ന് നടന്ന് പ്രകൃതിയെ ആസ്വദിക്കുകയും മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുകയും ചെയ്യത്തക്ക നിലകളിൽ മനോഹര നിലകളിലേക്ക് വളരുവാനിടയായിത്തീരുന്നു. അതെ, നമ്മളും ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പലപ്പോഴും മറ്റുള്ളവർക്ക് ഭാരമായി വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ജീവിതം കൊണ്ട് നാം മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാറുണ്ട്. ചെറുതും നിസ്സാരവുമായ വിട്ടുകളയേണ്ട പല വിഷയങ്ങളും വലിയ വിഷയങ്ങളാക്കി തീർത്ത് നാം പലതിൻ്റെയും മുമ്പിൽ വലിയ ആളുകളായി തീരാറുണ്ട്. എന്നാൽ ദൈവവചനം ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ നമ്മെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നാം എന്ത് ചെയ്യണം? നാം ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളെ മറക്കുവാനിടയായിത്തീരും. നമുക്ക് നമ്മളെ മറക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. എന്തെന്ന് ചോദിച്ചാൽ, നാം ശരിക്കും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാപട്യം നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ്. ദിവസേന ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൻ ലോകത്തെ മറക്കുവാനിടയായിത്തീരും. എന്താണ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന പ്രത്യേകത? നമ്മുടെ രക്ഷയുടെ ദൈവമായി നാൾതോറും നമ്മളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. 68-ാം സങ്കീർത്തനം 19-ാം വാക്യം. അതെ, കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. പലപ്പോഴും നാം വലിയവരെന്ന് കരുതി മുൻപോട്ട് പോകുമ്പോൾ മറക്കരുത്, നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. പലപ്പോഴും മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി മറ്റുള്ളവർക്കെതിരെ സംസാരിച്ച് കുറ്റമാരോപിച്ച് നാം ജീവിക്കുമ്പോൾ മറന്നു പോകരുത്, നാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടൊന്നു മാത്രമാണ്. 2, ദിവസവും ദൈവവചനം വായിക്കുക. ദൈവവചനം വായിക്കുമ്പോൾ ഈ ന്യായപ്രമാണ പുസ്തകത്തെ നാം വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. രാവും പകലും അത് നമുക്ക് നന്മയും അനുഗ്രഹവുമായി തീരും. 3, ദിവസവും നാം പ്രാർത്ഥിക്കുക. നമ്മുടെ വിഷയങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. ദൈവം നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തിത്തരും. യഹോവേ, ഞാൻ ദിവസം പ്രതി നിന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ കൈകൾ നിങ്കലേക്ക് മലർത്തുന്നു. സങ്കീർത്തനം 88-9. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പീൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ. നമ്മുടെ ജീവിതം എപ്പോഴും ഒരു മാതൃകയായി നന്മയായി തീരുവാൻ നാം തയ്യാറായി അതിനുവേണ്ടി ശ്രമിച്ചാൽ, ഇതാ ഞാൻ പുതിയതൊന്ന് നിനക്കായി ചെയ്യുന്നു, ആർക്കും അത് തടയാൻ കഴിയുകയുമില്ല.